അള്ളാനെ റസൂലിനെയാ ഞാൻ ബാക്കിയാക്കി, എനിക്കത് മതി, അതിനോളം വലിയൊരു സമ്പത്ത് എനിക്ക് വേറെ ആവശ്യമില്ല. അതൊക്കെ പ്രസംഗിക്കാം, പറയാൻ പറ്റും, പ്രാവർത്തിയാക്കാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവോ നമുക്ക്? ഉണ്ടാവോ? കയ്യിലൊന്നുമില്ലാത്ത 7 ദീനാറ് ദാനം ചെയ്ത് ലോകത്തോട് ഇവിടെ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അള്ളാനെ കണ്ടുമുട്ടാൻ പോയപ്പോ റസൂൽ കരയാണ്. റഫീഖുല്ലാഹിലേക്ക് റസൂൽ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥന, പടച്ചോനെ ആ ഉന്നത കൂട്ടുകാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ പോലും അങ്ങനെയായിരുന്നു അല്ലേ? ആലോചിച്ചു നോക്കിയേ ഓരോ കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈമാനിൽ ഉൽമ കലരാതെ നോക്കണം. ഈമാനിൽ ഉൽമ കലർന്നാൽ മടക്കയാത്ര പ്രയാസകരമായിരിക്കും. ഈമാനിൽ ഉൽമ കലർന്നാൽ അല്ലേ? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഈ ആയത്തിറങ്ങി 6-ാം അധ്യായം 82-ാമത്തെ വചനം. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ വല്ല ദുൽമും ചെയ്യാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? വല്ല ദുൽമും ചെയ്യാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അപ്പൊ സഹാബിയോട് പറഞ്ഞു, ഇവിടെ ദുൽമ എന്ന് ഉദ്ദേശിച്ചത് ഇന്ന ശിർക്കൽ ദുൽമുൻ അദീം, ശിർക്കാകുന്ന ദുൽമാണ്. അത് വന്നാലോ? അത് വന്ന് ഒരിക്കലും അല്ലാഹു പുറത്തിരൂല. ശിർക്ക് വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 13-ാമത്തെ വചനം. എന്റെ പ്രസംഗം കേൾക്കുന്നവരിൽ ബഹുമാന്യരായ പിന്നെ സമസ്തക്കാര് മുജാഹിദ് പ്രസ്ഥാനത്തിലല്ലാതെ അമ്പിയാക്കളോട് ദ്വേരക്കാം, ഔലിയാക്കളോട് ദ്വേരക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയാണ്, നിങ്ങളെ യാത്ര കഷ്ടമായിരിക്കും. സത്യം, നിങ്ങളുടെ യാത്ര യായത്തുൻ നഫ്സുൽ മുത്മഇന്നല്ല. നിങ്ങളുടെ യാത്ര ഏതായിരിക്കും അറിയോ? നിങ്ങളുടെ യാത്ര വിലാപയാത്രയായിരിക്കും, കരച്ചിലിന്റെ യാത്രയായിരിക്കും. അതേ, പഞ്ഞിക്കൊള്ളുകളിലൂടെ ആ കമ്പി വലിക്കുന്ന പോലെ, നനഞ്ഞ കോട്ടനിലൂടെ കമ്പി വലിക്കുന്ന പോലെയായിരിക്കും മരണം പോലും. ളാലിമുകളുടെ അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഹിജ്റ വഴിക്കൂടായിരുന്നോ? എന്തിന് ശിർക്ക് ചെയ്തു എന്ന് മലക്കുകൾ അവരെ മരിപ്പിക്കുമ്പോൾ ചോദിക്കുന്നതാണ്. എനിക്ക് മുജാഹിദുകളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരെ ശിർക്കിലായി പോകാൻ പാടില്ല. എങ്ങനെയാ ശിർക്ക് വരിക? ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ, എന്നിട്ട് വിശദാംശങ്ങളിലേക്ക് വരാം. സഹോദരങ്ങളെ, ശിർക്ക് വരെ എങ്ങനെയാണ്? എന്തായിരുന്നു മക്കാരുടെ ശിർക്ക്? ഇത് മുജാഹിദുകൾ പഠിക്കണം. എന്തിനാ? നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോ അമ്മായി മൊയ്തീൻ ഷേഖിനെ രക്ഷിക്കണമെന്ന് പറയുന്നവരായിരിക്കും. അമ്മായി നിങ്ങൾ ചോദിക്കണ്ടോ? ശരിക്കും ചോദിക്കണം, ചോദിച്ച് പഠിപ്പിക്കണം. അമ്മായി മൊയ്തീൻ ഷേഖ് ഇലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അമ്മായി പറയില്ല, മോനെ ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താ അമ്മായി നിങ്ങളുടെ വിശ്വാസം? അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത് എന്നാ ഞങ്ങളുടെ വിശ്വാസം. അള്ളാഹ് കൊടുക്കാത്തൊരു കഴിവ് ഇവർക്കാർക്കില്ല. അല്ല, നിങ്ങളെ പിസ്താനോട് ചോദിക്കും, പേരോടിനോട് ചോദിക്കും, അലവി സക്കാബിനോട് ചോദിക്കും, നൗഷാദിനോട് ചോദിക്കും. മൊയ്തീൻ ഷേഖിന് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് അവിടെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇലാഹാന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നതെന്നാ അവര് പറയുന്നത്. അല്ലേ? ആണ്. ഖുത്ബിയത്ത് പാറന്നൂർ ബീബി മൈദീൻകുട്ടി മുസ്ലിയാർ 25-ാമത്തെ പേജ് അതിന് പറയാൻ, അതിലെ 1-ാമത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ പറയുന്നത് മൊയ്തീൻ ഷേഖിന് അള്ളാഹ് കൊടുത്ത കഴിവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് തേടുന്നത്. അദ്ദേഹം റബ്ബല്ല. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ വിശ്വാസം. എന്നാൽ അബൂജഹലും അബൂലഹബും വലീദ് ഇബ്നു മുഗീറയും എന്താ വിശ്വസിച്ച് കേട്ടോളി? ഓല വിശ്വാസം. പേരോട് വിശ്വസിക്കുന്ന ഇതാണ്. അത് പേരോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. നൗഷാദ് അഹ്സനി പറയുന്നതാണ്. EKAP സുന്നികളിൽപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നത് എന്താണ്? അവരിലാഹല്ല, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ മക്കാ മുശ്രിക്കുകളോ? അവരും പറഞ്ഞു ഇതേ കാര്യം. സുബ്ഹാനല്ലാഹ്, ഓർക്കണം, അവരും ഇതേ കാര്യം പറഞ്ഞു. അതിനെന്താ മൗലവി തെളിവ്? സഹീഹ് മുസ്ലിം ഒരിക്കലും തള്ളാനാവാത്ത സഹീഹ് മുസ്ലിമിൽ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യാണ്. സഹീഹ് മുസ്ലിം അടിവരുടെ ഇതേ കാര്യം. പേരോടിനോട് നിങ്ങൾ ചോദിക്കും, മൊയ്തീൻ ഷേഖിന് സ്വന്തമായിട്ട് കഴിവുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് കഴിവില്ല. സുന്നികളുടെ വാദം അതാണ് അവരുടെ വാദം. ആ വാദം ഇസ്ലാമികമാണോ? ആ വാദം ശിർക്കാണോ? പരിശോധിക്കണം. സഹീഹ് മുസ്ലിമിൽ പറയാൻ മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു, യഖൂലൂന
അവർ പറയാറുണ്ടായിരുന്നു ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹ് നോക്കണം, ശരിക്ക് ശ്രദ്ധിക്കണം. സഹീഹ് മുസ്ലിമിലെ തൽബിയത്താണ്, നിഷേധിക്കാനാവില്ല. അൽമനാറിലല്ല, വിചിന്തനത്തിലല്ല, സ്നേഹസംവാദത്തിലല്ല, ഏതെങ്കിലും മുജാഹിദുകളുടെ രചനയിലല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവാചകങ്ങളായും മക്കയിലെ മുശ്രിക്കുകളുടെ വാചകങ്ങളായും തൽബിയത്തിന്റെ ഭാഗമായി സഹീഹ് മുസ്ലിമിൽ വന്നതാണ്. ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ, അബൂജഹൽ പറയൻ, മക്കയിലെ മുശ്രിക്കുകൾ പറയൻ, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. അത് പറയും, അത്ര പറയുമ്പോ റസൂൽ പറയുന്നതെന്നറിയോ? മതി മതി മതി. അവിടുന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഇന്നത്തെ സമസ്ത പറയുന്ന പോലെ ഇത് സമസ്തക്കാരെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഇത് പറയുന്നത്. ഇത് നിങ്ങളോടുള്ള സ്നേഹമാണ്, അല്ല നിങ്ങളെ കാഫിർ മുശ്രിക്കുവാക്കല്ല. നിങ്ങളെ കാഫിർ മുശ്രിക്കാക്കിയിട്ട് ഞങ്ങൾക്ക് എന്തും കിട്ടുമോ? ഒന്നും കിട്ടൂല. ഒന്നും ഏറും കുത്തും ചവിട്ടുമല്ലാതെ നിങ്ങളെ മുശ്രിക്കും കാഫിറൊക്കെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഞങ്ങളതിനാക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങളതാക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, റസൂലുള്ളാഹ് മക്കയിലെ മുശ്രിക്കുകൾ ഒരു വാചകം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നിങ്ങൾക്ക് നാശാണ്, അത് ശിർക്കിന്റെ വാചകമാണ്, അങ്ങനെ പറയല്ലേ എന്ന് റസൂൽ അവരെ വിലക്കി. റസൂല് വിലക്കിയ കാര്യം സമസ്തക്കാര് നബീനെ ധിക്കരിച്ചുകൊണ്ട് പറയാ. അതെന്താണ് കേട്ടോളൂ. ഇത് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾക്ക് നാശം, നിങ്ങൾ അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയല്ലേ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. വളരെ ദൂരെ കേൾക്കുന്നുണ്ട് ഈ പ്രസംഗം, എനിക്കറിയാം. അല്ല, ഞാനിവിടെ കുറച്ചപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് ചെന്ന് നല്ല ശബ്ദമാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് സമസ്തയിൽപ്പെട്ട ഉമ്മമാരിത് കേൾക്കുന്നുണ്ടാവും. സ്നേഹത്തോടെ ഞങ്ങളോട് പറയണേ, സഹീഹ് മുസ്ലിമിലുള്ളതാണ് സഹോദരി. ഇത് എന്താ പറയുന്നത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹ് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ അല്ലാഹ് ഞങ്ങൾ ഈ ഹറമിൽ വന്നത്, അല്ലാഹ് നിനക്ക് പങ്കുകാരില്ല, പക്ഷേ നിനക്ക് ചില പങ്കുകാരുണ്ടല്ല. ആ പങ്കുകാരുടെ പ്രത്യേകത സ്വന്തമായവർ കഴിവുള്ളവരല്ല, അല്ലാഹ് നീ കൊടുത്ത കഴിവാണല്ലാ. നോക്കൂ, അല്ലാഹുവേ ലാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, ഉസ്സക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, മനാത്തക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, വദ്ദിന് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, ഹുബലിന് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, ഇസ്മായിൽ നബിക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അടിവരയിട്ടോളൂ. മുജാഹിദ് പ്രവർത്തകരും പ്രബോധകരും ഈ സദസ്സിലുണ്ട്, പണ്ഡിതന്മാരുണ്ടാവാം, ശ്രദ്ധിച്ചോളൂ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ വദ്ദിന് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, സുവാഇനും സ്വന്തമായി കഴിവില്ല, യഹൂസിനും യഹൂക്കിനും സ്വന്തമായി കഴിവില്ല അല്ലാഹ്, നീ കൊടുത്ത കഴിവല്ലാതെ എന്നാണ് അവർ പറഞ്ഞത്. ഇതേ കാര്യം തന്നെയാണ് അത് പറഞ്ഞപ്പോ റസൂൽ പറയാ, അത് ശിർക്കാണ്, പറയരുത്. അബൂജഹലിനോട് വിലക്കിയ ആ കാര്യം അബൂബക്കർ ഒച്ചത്തിലാണ് കേരളത്തിൽ പറയുന്നത്. ഇന്ന് ഉലമാ കോൺഫറൻസിലൊക്കെ പറഞ്ഞു കാണുക. അബൂജഹലിനോട് നബി പറഞ്ഞു, പറയല്ലേ, പിഴച്ചുപോവും, കുഴപ്പമാണ്, നരകത്തിലെത്തും. അത് ഉറക്കെ പറയാനാണ് ഉലമാ കോൺഫറൻസ് കൂടിയത്. ഏത്? അബൂജഹൽ ധിക്കരിച്ച്, നബീനെ ധിക്കരിച്ച് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയും നീ എന്താക്കും എന്നാ അബൂജഹൽ ചോദിച്ചേ. അതേ കാര്യമാണ് അബൂബക്കർ ചോദിക്കുന്നത്, അതേ കാര്യമാണ് അബ്ദുറഹ്മാൻ ചോദിക്കുന്നത്, അതേ കാര്യമാണ് സുലൈമാൻ പറയുന്നത്, അതേ കാര്യമാണ് അലവി പറയുന്നത്, അതേ കാര്യമാണ് ഫൈസൽ പറയുന്നത്, അതേ കാര്യമാണ് റഫീഖ് പറയുന്നത്, അതേ കാര്യമാണ് നൗഷാദ് പറയുന്നത്, അതേ കാര്യമാണ് മുഹമ്മദ് സഖാഫി പറയുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ശിർക്കിൽ നിന്ന് മുക്തമാണ്. മുജാഹിദുകളെ, നമ്മുടെ ബാധ്യതയാണ് ഈ പ്രദേശത്ത് ഒരൊറ്റ മുസ്ലിം വീടുകളിലും തൗഹീദെത്താത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഒരൊറ്റ മുസ്ലിം വീടുകളിലും തൗഹീദെത്താത്തൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തില. ആ നഷ്ടം ദുനിയാവിന് നഷ്ടമല്ല, സുനാമി കൊണ്ടുണ്ടാകുന്ന നഷ്ടമല്ല, മറിച്ച് ആഖിറത്തിൽ സ്വർഗം നഷ്ടപ്പെടുക എന്നുള്ളതാണ്.
ആ നഷ്ടം അതിവിടെ ആർക്കാ? അതിൽ നിന്ന് ആരാ രക്ഷപ്പെടുക? സ്വർഗ്ഗം ആർക്കാ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതുകൊണ്ടുണ്ടാവണത് സത്യം കൽപ്പിക്കാൻ ആരെ കിട്ടിയാലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് സ്നേഹത്തോടെ. വൽമുഖ്മിനൂന വൽമുഖ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. 9-ാം അധ്യായം 70-ാമത്തെ വചനം. നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനം. ഓർത്തോളി, സ്വയം മാറ്റത്തിന് അല്ലാഹു പറയും ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാ? അല്ലാഹു പറയാൻ 9-ാം അധ്യായം 18. നിങ്ങളുടെ ആയത്ത് ഖുർആനിലുള്ള ഓർമ്മല്ല. മുസ്ലിം സംഘടനകൾക്ക് പള്ളി കമ്മിറ്റി രൂപീകരിക്കേണ്ടത് പടച്ചോന്റെ ഖുർആൻ അനുസരിച്ചാണ്. അതെങ്ങനെയാ? അല്ലാഹു പറയാൻ 5 യോഗ്യത ഉള്ളവനെയാ പള്ളി പ്രസിഡന്റ് ആക്കണ്ടേ, 5 യോഗ്യത ഉള്ളവനെയാ പള്ളി സെക്രട്ടറി ആക്കണ്ടേ. ആരാത് കേട്ടോളി. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവർ. പിന്നെയോ നിസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കുന്നവൻ, സകാത്ത് കണിശമായി കൊടുക്കുന്നവൻ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം പേടിക്കുന്നവൻ. ഈ 5 യോഗ്യത ഇന്നാക്കാനുള്ളതെന്ന് നോക്കിയിട്ട് മൂപ്പരെ പിടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? മൂപ്പര് പക്ഷെ ചെറ്റക്കുടിൽ താമസിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഒരു മിത ജീവിതം നയിക്കുന്ന മനുഷ്യരായി. എല്ലാം കറക്റ്റാ മൂപ്പരെ പ്രസിഡന്റ് ആക്കൂല. കാരണം മൂപ്പരെ പ്രസിഡന്റ് ആക്കിയ ബാക്കി ചില സംഗതികൾ നടക്കൂല ബാക്കിയുള്ളത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തരിക പള്ളി കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കണം. ഈ ആയത്ത് മുന്നിൽ വെച്ചിട്ട് പള്ളി കമ്മിറ്റി രൂപീകരിച്ചു. പള്ളി കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഈ ആയത്തോട് ഏതെങ്കിലും ഒരു മഹൽ നിങ്ങൾ ഓർമ്മയിലുണ്ടോ? ഉണ്ടോ? ഞാൻ ധൈര്യമായി ചോദിക്കുകയാണ്. അപ്പോ ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ഒരു മഹല് രൂപപ്പെട്ടാൽ ആ മഹലിലെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ മടക്കയാത്രക്ക് ഒരുങ്ങാൻ നമ്മുടെ മഹലിങ്ങനെ നോക്കിയാൽ ഈ മഹലിൽ നിന്ന് മരിച്ചാൽ ഇല്ല, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചൊരു മഹലാണ് ഈ മഹൽ നിവാസികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ മഹലിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ വിശ്വാസരംഗം പറയും. നമ്മളുടെ ഓരോ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത കുറച്ച് ചെയ്യാൻ പറയും. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കാര്യങ്ങളെ ഞങ്ങൾക്ക് ഹ്രസ്വമായി തൗഹീദിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് പറഞ്ഞു. ഇനി അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മുടെ സമീപനം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ബോധ്യപ്പെട്ടിട്ട് അത് കണിശമായി എടുത്ത എത്ര ആളുകൾ ഈ മഹലിലുണ്ട്? ഈ മഹലിലും ഈ പ്രദേശത്തുണ്ട്. യുവാക്കളെ, നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്യണം. നമുക്ക് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ നമ്മളാകരുത്. സ്വന്തം നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ നമ്മളാകരുത്. ചരിത്രത്തിന്റെ തീജ്വാലയാണ് യൗവനം പാഴായി പോകരുത്. മദ്യപിച്ച്, വ്യഭിചരിച്ച്, കേരംസ് കളിച്ച്, ക്രിക്കറ്റിന്റെ മുമ്പിൽ ഇരുന്ന് സിനിമ കണ്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു വീണ് മരിക്കുന്ന ഒരു ജീവിതം ഒരിക്കലും ഈ മഹലിൽ ഉണ്ടാകരുത്. ഇന്ന് രാത്രി മുതൽ ഈ മഹലിൽ മണ്ണിളകുകയാണ്, അവിടെ വിത്തിറക്കുകയാണ്, അത് വളരുകയാണ്. കൃഷിക്കാരനെ ഈ മഹൽ അത്ഭുതപ്പെടുത്തുമാറ്, നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുമാറ് അടുക്കും ചിട്ടയുമുള്ള ഒരു മഹലിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ് ഇൻഷാ അല്ലാഹ് ഈ 28-ാം തീയതി 4-ാം മാസം 2011 യാത്രകൾ എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ മഹലിന്റെ സെറ്റപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്നെ കാലം ദീർഘിച്ചപ്പോ മനസ്സ് കടുത്തു, എല്ലാം ഇങ്ങനെ വ്യത്യാസപ്പെട്ടു. ഒക്കെ നെവർ മൈൻഡ് അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഇന്ന് പല ആളുകൾ, ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മടവൂർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മുമ്പ്, മടവൂരികളിൽപ്പെട്ട എന്റെ നാട്ടിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായി. പുൽക്കൈയൊക്കെ ആയിരുന്നു അവൻ, നമ്മൾ ഒന്നിച്ചെന്ന കാലത്ത്. ഇന്ന് ഇൻസൈഡൊക്കെ ചെയ്ത് പുൽക്കൈയൊക്കെ ഒഴിവാക്കി ആപ്പായി ക്ലീൻ ഷേവും ചെയ്ത് പാന്റിന്റെ അടിയിൽ വരെ ഷുഗറി സ്റ്റേറ്റ് നേതാവ് ആ പ്രസ്ഥാനത്തിന്റെ. ഞാൻ ചോദിച്ചു, എന്താടാ അത്? ഇതിലൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ ഇപ്പൊ പഠിച്ചത്. അതുകൊണ്ടാണ് ഒരാള് മടമൂരിയാകാൻ തന്നെ എന്താണെന്നറിയാം, ഓൻ നശിക്കാനുള്ള യാത്രയുടെ തുടക്കാണെന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന്, ഔദ്യോഗികത്തിൽ നിന്ന് ഒരുത്ത മടവൂരി ഭാഗത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാന്റെ റസൂലിനെ പിച്ചി ചീന്താനുള്ള യാത്ര തുടങ്ങുകയാണ് അവൻ എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരാം. അള്ളാനെ പേടിക്കുന്ന ഒരു സിനിമ ഇറക്കൂല. ഇറക്കിയ സിനിമയിൽ ഒരു ഡോക്ടറെ അവതരിപ്പിക്കുന്നുണ്ട്, ഡോക്ടർ സുബൈറിനെ.
അതേ വേഷത്തിലും താടിയിലും രൂപത്തിൽ പരിഹാസല്ലേ അത്? അള്ള കൊടുത്ത ഒരു മനുഷ്യന്റെ രൂപത്തെ പരിഹസിക്കുക, അള്ള പഠിപ്പിച്ച അള്ള സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ വസ്തുവിനെ പരിഹാസല്ലേ അത്? നിങ്ങൾ ആലോചിച്ചൊക്കെ ഈമാനുണ്ടോ? തീർന്നില്ല. പല്ലിയെ കൊല്ലൽ എന്ന് പറഞ്ഞിട്ട് യുവത പ്രസിദ്ധീകരിച്ച ധർമ്മവും സംസ്കാരവും എന്ന കൊല്ലേണ്ട ജീവികൾ യുവത ISM മടവൂർ വിഭാഗിച്ച പുസ്തകത്തിൽ പല്ലിയെ കൊല്ലൽ പുണ്യകരമാണ് എഴുതി. എന്നിട്ട് ഇവരിറക്കിയ കേസറ്റിലോ ഡോക്ടർ സുബൈർ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് തല തായോട്ടാക്കി കാല് മേലോട്ടാക്കി കോണിമേൽ എന്നിട്ട് പല്ലിനെ പിടിക്കുക, അത് പരിഹാസത്തോടുകൂടി കാണിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്ത മടവൂരാകുക എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധത്തിന്റെ തുടക്കം കുറിക്കുക. മുഹമ്മദ് നബിയുടെ നെഞ്ചത്തേക്ക് കാല് കയറ്റി വെക്കുന്നവനെ മടവൂരാകാൻ. ക്ഷമിക്കണം, ക്ഷമിക്കണം. മടവൂരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളി. ഇൻഷാ അല്ലാഹ് 5-6 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ചേകന്നൂരിന്റെ വകുപ്പിലായിരിക്കും പൂർണ്ണമായിട്ട്. ഇത് പ്രവചനമല്ല. ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പതനം ചരിത്രപരമായി പഠിച്ചു പറയാൻ. അതുകൊണ്ടാണല്ലോ കരിമ്പുലാക്കൽ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ വായാടി. ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചാട്ടോ ആ പദം, വളരെ ബോധപൂർവ്വം ഉപയോഗിച്ചാണ് ആ പദം. ചെങ്ങൈന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് അന്ന് ഞാൻ പിന്നെ കേട്ടിട്ടില്ല. പിന്നെ ഓൻ എന്ത് വിവരക്കേട് പറഞ്ഞാലും ഓന്റെ ഞാൻ കേട്ടിട്ടില്ല. ബുഖാരി കൊണ്ട് ഞാൻ തട്ടിക്കളയും. എന്റെ വാക്കാ, തട്ടിക്കളയും. ആലോചിക്കണങ്ങള്, ഞാൻ തട്ടിക്കളയും. അത് കേൾക്കുന്ന ഒരു കുട്ടി, ഇവൻ വലിയ ആലിമാന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ യുവാവ് എന്താ മനസ്സിലാക്കുക? ബുഖാരിയിലോ ഞാൻ കാലുകൊണ്ട് ചവിട്ടിക്കളയും എന്നേ നീ പറയൂ. എന്താണോ കേൾക്കുന്നത്, എന്താണോ പഠിക്കുന്നത്, അതേ ഉണ്ടാവും. ഹദീസ് നിഷേധിച്ച വലിയൊരു നേതാവിന്റെ കൂടെ കൂടിയാൽ ഹദീസ് നിഷേധ തുടങ്ങുക. ആലോചിക്കണം, അള്ളാനെ കണ്ടുമുട്ടണം. ഈ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാല് അത് വഹിയാണ്. ആയത്ത് തട്ടുന്നതിന് തുല്യാതെ ഒരു ഹദീസ് സഹിയായിട്ട് എല്ലാ നിയമവും മുത്തവാത്തിറായ സനദുള്ള കൃത്യമായ ഒരു ഹദീസിനെ തട്ടുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു ആയത്ത് നിഷേധിക്കുക. മനസ്സിലായോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ റസൂല് അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം അത്രയും വഹി അനുസരിച്ചാൽ 53-ാം അധ്യായം 3-4 വഹിയാത് ജിബ്രീൽ കൊണ്ടുകൊടുത്ത വഹിയാത്. ഒരു സത്യവിശ്വാസിക്കാവട്ടെ, ഒരു സത്യവിശ്വാസിനിക്കാവട്ടെ, ആമിനത്താക്കാവട്ടെ, അബ്ദുള്ളക്കാവട്ടെ എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ആർക്കെതിരെ അല്ല ഒരു കാര്യം പറഞ്ഞാൽ, അല്ല കൽപ്പിച്ചാൽ, റസൂല് കൽപ്പിച്ചാൽ പിന്നെ എതിരഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. താടില്ലാത്ത ഒരൊറ്റ സഹാബിയില്ല, ഒരൊറ്റ സഹാബിയും. അത്ഭുതകരമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാ, താടി വെക്കാത്തവന് ഞങ്ങൾ ഇമാമത്ത് നിർത്തിയിരുന്നില്ല. താടി വെക്കാത്തവനെ ഞങ്ങൾ ഇമാമത്ത് നിർത്തിയിരുന്നില്ല. തീർന്നില്ല. താടി വെക്കാത്തവനെ ഞങ്ങൾ ആണായിട്ട് കൂട്ടിയിരുന്നില്ല. ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയായിട്ടല്ലാതെ. തീർന്നില്ല. മൂന്നാമത്തെ കാര്യം, അവനെ ഞങ്ങൾ സാക്ഷി നിർത്തിയിരുന്നില്ല. പോരെ പൂരം പോരെ? ഇനി എന്താ നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? 25-ലധികം വരുന്ന ഹദീസ് പോരെ നിങ്ങൾക്ക്? വഹിയായിട്ട് ഒരായത്തേളെങ്കിൽ ഒരായത്തേളു വേണ്ടെന്ന് പറയോ? അതിനല്ലേ ഹദീസ്? സഹിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ആയത്തിന് തുല്യമല്ലേ? എങ്ങനെ തട്ടും? ജിബ്രീൽ എന്നെയാണ് ഹദീസ് കൊണ്ട് കൊടുത്തത്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ആയത്ത് തട്ടുക നേർക്ക് നേരെ പറഞ്ഞാല് ഓൻ ഇസ്ലാമല്ലാന്ന് വേണ്ടിരിക്കും. എല്ലാരും തുടങ്ങിയ ഹദീസ് എന്നാ. ഖുർആന്റെ നിഷേധാണത്. ഒരു ഹദീസിനെ നിഷേധിച്ചാലും ഖുർആന്റെ നിഷേധിയാണ്. ഹദീസ് വേണ്ടെന്ന് പറഞ്ഞോൻ ഖുർആനിന്റെ നിഷേധിയാണ്. മനസ്സിലാക്കണം. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന. അല്ലാഹു പറയാ 24-ാം അധ്യായം സൂറത്തുൻ നൂർ 47 മുതൽ 54 വരെയുള്ള വചനം. ആ വചനത്തിൽ അല്ലാഹു പറയാട്ടോ, എന്താ പറയുന്നത് കേട്ടോ? അല്ലാഹു പറയാണ്, ഒരു സത്യവിശ്വാസിയുടെ വാക്ക് അല്ലാഹും റസൂലും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, ഇത് കേട്ടിട്ട് ഇത് ഗൗരവപ്പെട്ടതാണോ അല്ലേ? നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയില് മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിൽ കുറിച്ചിരുന്നു കേട്ടോ യുവാക്കൾ. അപ്പൊ ഒരു സഹാബി നര്യാണിയുടെ താഴെ തുണി ഇറക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. നര്യാണിന്റെ താഴെ തുണി ഇറക്കിയിട്ട് നടന്നു പോവുകയാണ്. റസൂൽ എന്ന് വിചാരിച്ചെന്തറിയോ? അറിയാതെ ഇറങ്ങിപ്പോയതാണ്. അപ്പൊ നബി ഇങ്ങനെ നോക്കി, ഉപ്പ കയറ്റി കൊടുക്കും, ഉപ്പ കയറ്റി കൊടുക്കും, ഉപ്പ കയറ്റി കൊടുക്കും.
ഒരു രക്ഷയും കാണുന്നില്ല, ഏറ്റുകൊടുക്കലൊന്നും നടക്കുന്നില്ല. കുറെ ദൂരെ സഹാബിയത്തെ എനിക്ക് മനസ്സിലായി ഇത് ബോധപൂർവമാണ്. ഓടി അള്ളാന്റെ റസൂല് ഓർത്തോ യുവാവേ, ദീനിനെ ഇഷ്ടപ്പെടുന്ന യുവാവേ ഓർത്തോ. റസൂൽ ഓടിയിട്ട് പിന്നിൽ ചെന്നിട്ട് തുണി ഇങ്ങനെ പൊക്കിയെടുക്കുക. ശാഖാപര നിസാര. ഒരു പണ്ഡിതൻ പറഞ്ഞെന്നറിയോ, മടവൂർ വിഭാഗത്തിലെ മരിച്ചി, അള്ളാഹു മർഹമത്തും അസറത്തും ഒക്കെ നൽകട്ടെ. 1 ഇഞ്ച് നരയാന്റെ താഴത്താണ് ആ നരകവും. 1 ഇഞ്ച് കയറിയ സ്വർഗവുകയാണെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട. ആ ടീമിന്റെ അനുയായികൾ എങ്ങനെ വളരുമെന്ന് നിങ്ങൾ പിന്നെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പശ്ചാത്തലത്തിൽ മടങ്ങിക്കൂടെ. മടവൂരികളെ നിങ്ങളോട് സ്നേഹത്തോണ്ടാ പറയുന്നത്, പരലോകത്ത് കൈകടിച്ചൊരു കാര്യം. സാദതനാ വകുബ്റാനാ ഫാദലൂന സബീലാ. ഞങ്ങൾ ഇന്ന് വലിയ പണ്ഡിതനെയും ഇന്ന് ഹോജാക്കളെ അനുസരിച്ചു പോയി, അതുകൊണ്ട് അത് വന്നതെന്ന് അവിടെ പറഞ്ഞ കാര്യമല്ല. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66-ാമത്തെ വചനം, 67, 68 ഈ അവസ്ഥാവിശേഷം വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടെടുക്കുകയായിരുന്നു. ബാക്കി കേട്ടോ. ബാക്കി സഹാബി നബിയോട് പറയും, നബിയേ, നരയാണിന്റെ മുകളിൽ തുണി കൊടുക്കണം എന്നറിയാത്ത ഒരാളല്ല ഞാൻ. ഞാനൊരു വികലാംഗനാണ്. എന്റെ കാലിന്റെ വളവ് ബാക്കിയുള്ളവർ കാണുന്നതിന് എനിക്കൊരു ലജ്ജ. അങ്ങനെയാണോ? എന്നാ സാരല്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് വിചാരിച്ചോ? ഇല്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു, കേട്ടുകൊടുക്ക്, എന്റെ കാലിന്റെ വികലാംഗത പോലും അള്ളാഹു നിനക്ക് നല്ല സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹ് സൃഷ്ടിച്ചതൊക്കെ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു, അള്ളാഹ് സൃഷ്ടിച്ചതൊക്കെ സൗന്ദര്യമായി സൃഷ്ടിച്ചവനാണ്. അതിലൊരു ന്യൂനതയും നിങ്ങൾക്കില്ല. നിന്റെ വികലാംഗത നിന്റെ സൗന്ദര്യമാണ്. കേട്ടുകൊടുക്കും. കണ്ടോ, ഒരു വികലാംഗത മറച്ചു വെക്കാൻ തുണി നരിയാണ്ട് പോയപ്പോ കേട്ടുകൊടുക്കും. നിങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടണോ, മടക്കയാത്രക്ക് പോകണോ, അല്ല ഒടുക്കത്തെ യാത്രക്ക് നരകത്തിലേക്ക് പോകണോന്ന്. ഇനിയെങ്കിലും മുജാഹിദുകളെ, നിങ്ങൾ ആരാനും ഉദ്ദേശിക്കാൻ ജിബ്രീലും നബിയൊന്നും വരില്ല. നിങ്ങൾ മാതൃകയാകണം. വേറെ ആരാ മാതൃകയാകുക? ഇനി ഇങ്ങനെ കേൾക്കണോ? ഞങ്ങളോട് ചോദിച്ചോട്ടെ, സഹീഹ് മുസ്ലിമിന്റെ മലയാള പരിഭാഷ അത് വായിച്ചു നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ വായിക്കോ? ഞാൻ പറഞ്ഞുതരാം. സഹീഹ് മുസ്ലിം എടുത്തു നോക്ക്. നരയാണിന്റേതായ തുണി ഇറക്കിന്റെ നേരെ അള്ള നോക്കൂല. എന്തൊരു ശാഖാപരമായ കാര്യമാണ്. അള്ള നോക്കുക, അതൊന്നൊരു പ്രശ്നമല്ല. അള്ളയല്ലേ നോക്കാത്ത, ഓള് നോക്കല്ലോ. എന്നാ വിശാഖം പച്ച മലയാളത്തിൽ പറയാൻ ഞാൻ അല്ലേ? യുവാക്കളെ ചിന്തതല്ലേ? വേറെന്താ യുവാക്കളെ ചിന്ത? നരയാണിന്റെ മേലെ തുണി കെട്ടിയെടുത്ത് ആകാശം. നരയാന്റെ താഴെ പോയാലോ നരക കിട്ടുക. അതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ വിഷയം. നരകം നമുക്ക് വലിയ വിഷയമാണ്. അവിടെ പോകരുത്, അവിടെ പോകാൻ അവസരം ഉണ്ടാകരുത്. എന്തിന് 1 ഇഞ്ച് നരയാണിയുടെ താഴ്ത്തി ഉടുത്തോണ്ട് എന്തെങ്കിലും നേട്ടണ്ടോ? കോട്ടമുണ്ട്. സ്വർഗം അത് നഷ്ടം. അള്ള നോക്കൂലാൻ, അള്ളോനോട് മിണ്ടൂലാൻ, അള്ളോനെ സംസ്കരിക്കൂല. അള്ള ഒരുത്തനെ സംസ്കരിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓനെ സ്വർഗത്ത് പോലുള്ള വകുപ്പ് അള്ള ഉണ്ടാക്കൂല. ശാഖാപരാണോ? എനിക്കൊന്നും നോക്കി എല്ലാ ആണുങ്ങളും എന്നിട്ടൊന്ന് കയറ്റിപിടിക്കും. ഇനി നിങ്ങൾക്കൊരു കാര്യം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കുത്ത് കിട്ടി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ താഴെ, അതായത് അങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ കുടല് പോരുന്ന സൈസ് ഒരു പ്രത്യേക കത്തിയായിരുന്നു ഈ ചെത്താൻ കുത്തിയത്. ആ കുടലിങ്ങോട്ട് വന്നിട്ട് ജീവിതത്തിൽ, അതായത് ചരിത്രം പറയാൻ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വായിലൂടെ വെള്ളമൊഴിച്ചാൽ കുടലിൽ കൂടെ പുറത്തേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇനി ഞാനിത് ഈ വിഷയങ്ങളോട് പറയില്ലേ? ഇനി നിങ്ങൾക്ക് നന്നാൻ കഴിയില്ലേ? ആയിക്കോ. അള്ളാനെ കണ്ടുമുട്ടുന്നിടത്ത് ഞാൻ കുറ്റക്കാരനല്ല. ഖാലു മഅദറത്തൻ ഇലാ റബ്ബിക്കും വലാ അല്ലക്കും യത്തഖൂൻ. എന്റെ ബാധ്യതയെ നിർവഹിച്ചു പടച്ചോനെ നിന്റെ തൂതർ പറയാൻ വലാ അല്ലക്കും യത്തഖൂൻ. ഇനി അവരെ സൂക്ഷിച്ചേക്കാം. അത്ര തന്നെ കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ച കുടലിന് പുറത്തേക്ക് അങ്ങനെ ജീവിച്ച ദിവസം മരിക്കാൻ കിടക്കുക. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. ഒരു സ്വകാര്യമൊക്കെ കൈമാറി പ്രാർത്ഥിച്ച് ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേയവശം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇവന്റെ നരിയാണിയിലേക്ക് പതിച്ചു. അവന്റെ ഡ്രസ്സ് നരിയാണിയുടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. കോപാകുലനാവും, ബേജാറായി വേങ്ങട് വിളിച്ച് കേട്ടുപിടിപ്പിച്ചു. ഇനി പറ, കുത്തുകിട്ടി മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജാഗ്രതയോടെ അവനെ തിരിച്ചു വിളിച്ച് നരിയാണിയുടെ മേലെ കേട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ നരിയാണിയുടെ മുകളിൽ കേട്ടുകൊടുക്കുന്നതിന് ഇനി ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തെളിവാണ്? ഇതിൽ കൂടുതൽ പറയാൻ കേരളത്തിൽ ഒരു മുജാഹിദ് പ്രസംഗികൻ നിങ്ങൾ എടുത്തതിന് വരികയില്ല. നന്നാകുന്ന ഇപ്പം നന്നായിക്കൂടെ. എന്ത് അള്ള നോക്കൂലാന്നേ. 2 കൊല്ലം ഗൾഫിൽ ആദ്യമായിട്ട് പോയി, കടിഞ്ഞൂല് പോക്ക്.
2 കൊല്ലം കഴിഞ്ഞിട്ട് ആവേശത്തോടു കൂടി നാട്ടിലേക്ക് വരികയാണ്. ഈ ഉദാഹരണം മറക്കരുതട്ടോ, ആയുസ്സിൽ മറക്കരുത്. അപ്പൊ വിളിച്ചു പറഞ്ഞു എല്ലാരോടും, ഭാര്യ കാണാത്ത കുഞ്ഞ്, പോകുമ്പോ ഭാര്യ ഗർഭിണിയാണ്, കാണാത്ത കുഞ്ഞ് അവരൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ്, കാറ് വിളിക്കണം എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ വന്നു നോക്കുമ്പോ ആരും കൂട്ടാൻ വന്നില്ല. അപാര സങ്കടം ഉണ്ടാവൂലേ? അപാര സങ്കടം ഉണ്ടാവൂലേ? വിളിച്ചിട്ടാരും ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഒരു ടാക്സിയൊക്കെ വിളിച്ചു. അപ്പൊ തന്നെ അയാൾക്ക് തോന്നി തിരിച്ചു പോയാൽ നന്നായിരുന്നു. ടാക്സിയൊക്കെ എടുത്ത് വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോ വാതിലിങ്ങനെ ആരോ തുറന്നു. ഉമ്മ മിണ്ടുന്നില്ല, ഭാര്യ മിണ്ടുന്നില്ല, മക്കളും മിണ്ടുന്നില്ല. ഒരു മരിച്ച വീടിന്റെ പ്രതി. അയാളുടെ മനസ്സിന് എന്ത് വേദന ഉണ്ടാവൂലേ? 2 കൊല്ലം ആർക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 2 വലിയ പെട്ടി നിറയൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റക്കുട്ടി മൈൻഡക്കാനുള്ള വേദന ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. നിസ്കരിച്ചു, നോമ്പ് വെച്ചു, പള്ളി പ്രസിഡന്റായി, ജക്കാത്ത് കൊടുത്തു, എല്ലാ പ്രസംഗത്തിലും ഏറും കുത്തും കിട്ടി. നരാണിന്റെ തായ തുണി പോയതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ അള്ള മിണ്ടാത്തൊരവസ്ഥ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എനിക്കിതിൽ കൂടുതൽ പ്രസംഗിക്കാൻ അറിഞ്ഞു. എനിക്ക് അള്ളാഹു തന്ന കഴിവിന്റെ മാക്സിമം ഞാൻ ഈ കാര്യത്തിൽ ഉപയോഗിച്ചിട്ട് ഇനി വേണമെങ്കിൽ ചെയ്യും. താടി നീട്ടുക, നരാന്റെ മേലെ തുണി കൊടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളത് പോലെ ചെയ്യും. പടച്ചോനോട് ചോദിക്കില്ല, ഒരു വേദി കിട്ടിയിട്ട് പറയേണ്ടത് പറഞ്ഞോ എന്ന് റബ്ബ് ചോദിക്കും. അത്ര ഉറപ്പിക്കുകയാണ് ഞാൻ ഈ കാര്യം. സഹോദര, ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം. ഇന്ന് ചെന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഷാദിലി മസ്ജിദിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. സുമുഖനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, സാദ് നിന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല മോനെ മനസ്സിലായില്ല. ഞാൻ ഷാദിലി പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ വെറുതെ ഒന്ന് നോക്കുമ്പോൾ നര്യാണിയുടെ മേലെ വെച്ച് സുന്ദരമായി അവനവന്റെ പാൻസ് കട്ട് ചെയ്തിരിക്കുന്നു. എന്നോട് പറഞ്ഞു, എന്റെ എല്ലാ പാൻസുകളും ഞാൻ പ്രസംഗത്തിന്റെ പിറ്റേന്നുകൊണ്ട് കട്ട് ചെയ്തു. ഇനി ഒരിക്കലും നര്യാന്റെ താഴെ എന്റെ ഡ്രസ്സ് പോകില്ല. അങ്ങനെ ജീവിച്ച എത്ര യുവാക്കൾ. നിങ്ങളോട്, ഈ നാട്ടുകാരോട് സ്നേഹത്തോടുകൂടി പറയാം, യുവാക്കളോട് നമുക്ക് അള്ളയാണ്. قل إن كان آباؤكم أو أبناؤكم أو إخوانكم أو عشيرتكم. നോക്കൂ എന്തൊക്കെയാണ് അല്ലാഹു പറഞ്ഞത്. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, അതേ പരസ്പരമുള്ള കുടുംബത്തെക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. ആയത്തിന്റെ അവസാനം എന്താ കൂട്ടിയോതിയെന്നറിയോ? ആവർത്തിച്ചോതിയെന്നറിയോ? അതിന്റെ അകക്കാമ്പ് നെഞ്ഞത്ത് തട്ടിയോട്ട് ഓതിയതാണ്. എന്താ പറയുന്നറിയോ? സ്വന്തം ബാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും ഒരാൾക്കള്ളായിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റബ്ബ് എന്റെ റസൂലിലൂടെ നര്യാണിന്റെ മേലെ എന്നോട് തുണി എടുക്കാൻ പറഞ്ഞു. ഇല്ല, ഒരിക്കലും എന്റെ ഡ്രസ്സിന് നര്യാണിയുടെ താഴത്താവില്ല. ഞാൻ കോടീശ്വരനാണ്, അഭിമാനിയാണ്, പള്ളി പ്രസിഡന്റാണ്, ഞാൻ തുണി കഴിച്ചായിട്ട് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നടക്കുന്ന എനിക്കൊക്കെ ഒരേ അല്ലേ. പള്ളി പ്രസിഡന്റായ കണക്കും എന്റെ കോടിക്കണക്കിന് ഉൾപ്പിയേക്കും എന്റെ കർത്താന്റെ അടുത്ത് ഒരേ വേല. അതുകൊണ്ട് ആദ്യത്തെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊള്ളു. ആദ്യത്തെ ഒഴിവാക്കിയിട്ട് പടച്ചവനിലേക്ക് തിരിച്ചു. മടക്കയാത്രക്കൊരുങ്ങുമ്പോ ഇന്ന് ജീവിതത്തിൽ വരേണ്ട മാറ്റാൻ പറയാം. തീർന്നില്ല, കുടുംബത്തിലേക്ക് മടങ്ങിക്കോ. സ്വന്തം ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണല്ലോ എല്ലാവരും. അവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി വാ. ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ അധ്യക്ഷൻ ഇരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്ന ഞാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ശരീരം എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോ എത്തിയില്ലേ? ഓരോരുത്തരും മനസ്സിലെത്തിയില്ലേ? എത്തിയല്ലോ. വീട്ടിലെന്തൊക്കെയുണ്ട്? ഓർത്തെ നല്ല മാർബിൾ ഒട്ടിച്ചിട്ടുണ്ടല്ലേ, ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യമുണ്ടേ അല്ലേ? ഫ്ലാറ്റ് ടി വി ഇല്ലേ, ചുമരുമേൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നത് അല്ലേ? ചുമരിന്റെ വലുപ്പത്തിൽ തന്നെ അല്ലേ? അല്ലേ? ഉണ്ടല്ലോ അല്ലേ? അതിന്റെ തൊട്ടടുത്ത് പിന്നെ ഇസിയാറും ഇതൊക്കെ അല്ലേ? അതിനടുത്ത് പങ്കജുദാസിന്റെ ഗസലില്ലേ? ഉണ്ട്. മണ്ഡലം പ്രസിഡന്റ് അല്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. ഇന്റർനെറ്റ് ഇല്ലേ? ഉണ്ട്. ടി വി ഇല്ലേ? ഉണ്ട്. ചാനലില്ലേ? ഉണ്ട്. ഫ്രിഡ്ജില്ലേ? ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലേ? ഉണ്ട്. 5 മക്കൾക്കും 10,000 രൂപ മൊബൈലില്ലേ? ഉണ്ട്. 5 മക്കൾക്കും ബൈക്കില്ലേ? അതിൽ 2 ആൾക്ക് കാറില്ലേ? ഉണ്ട്. എല്ലാ സൗകര്യമില്ലേ? ഉണ്ട്. അമാനവലയിന്റെ 1,600 രൂപ വിലയുള്ള പരിഭാഷ ഉണ്ടോ? ഇല്ല. അമാനവലയിന്റെ 1,600 രൂപ പരിഭാഷ നോക്ക്. ഒരു മനുഷ്യന്റെ, അതായത് നിനക്കുള്ള 5 മക്കളിൽ നിന്റെ മോൻ 2,000 രൂപന്റെ വാച്ചാ കെട്ടി, 2,000 രൂപന്റെ ഷൂ ധരിച്ച്, ഓനിട്ട ഡ്രസ്സോ 1,000 രൂപന്റെതാ.
ഓന്റെ കയ്യിലെ മൊബൈലോ ഇന്റർനെറ്റ് കണക്ഷനുള്ള 15,000-ൻ്റെതാ. അങ്ങനെ ആകെ ടോട്ടൽ 1 ലക്ഷം രൂപ കൊണ്ട് എത്തുന്നുണ്ട് ഇപ്പോ ഓന്റെ ശരീരത്തിൽ. ഓന്റെ വീട്ടിലോ 1600. ഖിയാമത്ത് നാൾ വരെ വെറും 1600. ഖിയാമത്ത് നാൾ വരെ വെറും 1400. അല്ലെ, മരിക്കുന്നവരെ ഒരാളെ വീട്ടിൽ 4 കോടി മാനുമൂലയുടെ പരിഭാഷ. ഒരിക്കൽ മാത്രം മൊബൈലോ കൊല്ലം കൊല്ലം മാറ്റുന്നവർ, കാറോ കൊല്ലം കൊല്ലം മാറ്റുന്നവർ, കോമ്പൗണ്ട് വാടോ വർഷാവർഷം മാറ്റുന്നവർ മുസ്ലിം. നീ ആരെ നോക്കി നിൽക്കുന്നു? നീ ആരെ കാത്തിരിക്കാണ്? നിനക്കൊരു ഖുർആനും ഒരു സുന്നത്തും നിന്റെ കയ്യിൽ തന്നിട്ട് അതിന്റെ ഒരു കോപ്പി ഉണ്ടോ നിന്റെ വീട്ടില്? ഒന്നും ഓർത്തോളണം. ആധുനിക സയൻസ് പറയാൻ 14 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമും ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ 3 മാസമാകുമ്പോ ആ കുട്ടിക്ക് കേൾവി ഉണ്ടാവും. ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും നൽകി. ഖലീലൻ മാ തശ്കുറൂൻ, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. കേൾവിയാണ് ആദ്യമായി ഉണ്ടാകുന്നത്. ഉമ്മമാരോട് പ്രത്യേകമായി ഈ സമയത്ത് പറയട്ടെ, ഉമ്മ, നിന്റെ മകളുടെ സ്വർഗവും നിന്റെ മകളുടെ നരകവും നീ തീർക്കുന്നു എന്നത് സത്യമായ ഒരു കാര്യമാണ്. മാതാപിതാക്കളിലൂടെ സ്വർഗമുണ്ട്, മാതാപിതാക്കളിലൂടെ നരകമുണ്ട്. മക്കളിലൂടെ സ്വർഗമുണ്ട്, മക്കളിലൂടെയും നരകമുണ്ട്. ഭാര്യക്ക് ഭർത്താവിലൂടെ സ്വർഗം, ആൺകുട്ടികൾക്ക് ബാപ്പ ഉമ്മയിലൂടെ സ്വർഗം. സ്വർഗം കിട്ടാൻ എന്തോ എളുപ്പമാണ്, പക്ഷേ അത് പലർക്കും കിട്ടുന്നില്ല. എന്തോ ഒരു ഭയാനകരമായ കാര്യമാണ്. നോക്കണേങ്ങള്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ. ഗർഭപാത്രത്തിൽ ഒരു കുട്ടി രൂപപ്പെട്ടാൽ 3 മാസം പ്രായമായാൽ, ഗർഭപാത്രത്തിൽ 3 മാസം പ്രായമായാൽ ആ കുട്ടിക്ക് കേൾവി ഉണ്ടാവും. ഇനി ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചോ, ഉപ്പമാര് ശ്രദ്ധിച്ചോ. ഭാര്യയുടെ ഗർഭപാത്രത്തിലെ കുട്ടിക്ക് 3 മാസം പ്രായം കഴിഞ്ഞ ഈ കുട്ടി ഉമ്മ സിനിമ കാണുകയാണെങ്കിൽ സിനിമ കണ്ണുകൊണ്ട് കാണുന്നില്ല, കാതുകൊണ്ട് അതിലെ സകല ഡയലോഗുകളും കേൾക്കുന്നു. അടിവരട്ടോ, ഓരോന്നും അടിവരട്ടി. മക്കള് ഗർഭപാത്രത്തിലെ കുട്ടി മമ്മൂട്ടിയുടെ ഡയലോഗ് കേൾക്കുന്നു. ദേശന്റെ മോനെ ദേശന്റെ മോനെ എന്നാണല്ലോ സിനിമയിലെ വിളി. അതൊക്കെ ഈ കുട്ടി കേൾക്കുക, ഒക്കെ കുട്ടി കേൾക്കുക. നിങ്ങൾ ആലോചിക്കണം, ആ ചാനലിന് മുമ്പിൽ ഇങ്ങനെ. അപ്പൊ ഈ കുട്ടി മുല കൊടുക്കുന്നവരെ കുട്ടി കരയാതിരിക്കണമെങ്കിൽ ചാനലിന് മുമ്പിൽ കൊണ്ടാക്കണം, അല്ലേ? അതുകൊണ്ടാണല്ലോ 2.5 വയസ്സായ കുട്ടി ക്രിക്കറ്റ് കളിക്കുന്ന കാക്കാനൊഴിച്ച് ചച്ചിന് ഔട്ടായോ, സച്ചിന് ഔട്ടായോ, അവന്റെ മൂത്താപ്പിയാണല്ലോ സച്ചിന്. സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായോ, മനസ്സിലായോ? സായി പൂജകൻ ബുദ്ധി വർക്ക് ചെയ്യാത്ത, മനസ്സിലായോ? ജീവിതത്തിൽ 38 വയസ്സായി, സത്യം 38 വയസ്സ്. ചാനലുള്ള ടിവിയില്ല, എന്റെ ബാപ്പ ജീവിതത്തിൽ വാങ്ങിച്ചത്. എനിക്ക് തോന്നിയിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി? ചാനലില്ലാത്ത ഒരുപാട് കഴിയൊക്കെയല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടായി തോന്നിയിട്ടുണ്ടോ? നേടിയതായി ഒരുപാട് തോന്നി, അല്ലേ? നേടിയതായി ഒരുപാട് തോന്നി. ഞാൻ അത്ഭുതപ്പെട്ടത്, വളരെ ചെറിയൊരു മോള്, 4 വയസ്സുള്ളൊരു കുട്ടി, ഇതാ വക്കയത്തിൽ വാക്കിയൊക്കെ മനപ്പാട് ഓതുക. പെൺകുട്ടി എങ്ങനെ കേസറ്റ് നിരന്തരമായ ആ വീട്ടിൽ എന്നും പ്രസംഗം, എന്നും അവിടെ ക്ലാസ്, എന്നും ചർച്ച, പണ്ഡിതന്മാരെ ക്ഷണിക്കൽ, സംശയ നിവാരണം. അങ്ങനെ രക്ഷപ്പെടണം. എവിടെ സമയവും, എവിടെയാ നമുക്ക് സമയവും, അല്ലേ? വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഉറക്കത്തിൽ അല്ലാഹു വിളിച്ചുകൊണ്ടോ സമ്മതൊക്കെ ചോദിച്ച് ബാപ്പ പോയി കിടന്നതാ. 5 മണിക്ക് വിളിക്കണേ മോനേർ. ബാപ്പ പറഞ്ഞു, മകനെ എല്ലാവരൊക്കെ വെച്ചു. 5-നെപ്പോ ബാപ്പ അറിഞ്ഞ് വിളിച്ച്, എഴുന്നേക്കുന്നില്ല. ക്ഷീണം കൊണ്ടായിരിക്കുന്നു കരുതി ജനാലപ്പോൾ വാതിൽ പൊളിയിലൂടെ നോക്കിയപ്പോ ബാപ്പ വലതുഭാഗത്തേക്ക് പൊതുപ്പൊക്കെ വെച്ച് ചെരിഞ്ഞെടുക്കുന്നുണ്ട്. സുബൈസ്കാരൊക്കെ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. ബാപ്പ വിളി കേൾക്കുന്നില്ല. വാതിൽ ചവിട്ടി തുറന്ന് ബാപ്പാൻ ഇളക്കി നോക്കുമ്പോ കട്ടിലോട് കൂടി ഇളകുകയാണ്. സൂറത്ത് സുമറിലെ 42-ാമത്തെ വചനമാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കാം. അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്, ഇശാ നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഡൈനിങ് ടേബിളിന്റെ ചുറ്റിൽ എല്ലാരെയും വിളിച്ചുകൊണ്ടിരുത്തണം. മക്കളെ, ഞാനെന്ന നിങ്ങളുടെ ബാപ്പ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനത് വാങ്ങി തന്നത്. മക്കളോട്, മോനെ മോളെ,
13 വയസ്സുള്ള എന്റെ മോളെ ഈ മൊബൈലിന്റെ മോക്ക് വേണ്ട. എന്തിനാ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇത്? അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ അവസ്ഥ എന്താ? പണ്ട് ലാൻഡ് ഫോണ് ഒരു തീര് വെച്ച ശബ്ദം റിങ് ചെയ്യുന്ന എല്ലാവരും കേൾക്കും. ഇന്ന് എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലാണ്. ആ മൊബൈലിൽ സൈലന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കാണാനല്ലേ? അപ്പോ ഇത് ആരാണോ മൊബൈലിന്റെ മോള് കാണും. എന്നിട്ട് പണ്ടതിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് സൗകര്യം ചെയ്തു കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക. നന്നായോ? നന്നാക്കാൻ കഴിഞ്ഞോ? മഹലിനെ നന്നാക്കിയോ? നന്നാക്കിയോ? ആരാ ഇനി നന്നാക്കാൻ വരിക? അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അതിന്റെ ഹൃദയ. നമുക്കറിയാലോ, ഒരു വസ്തു കേട് എന്നാൽ നന്നാക്കാൻ പല ഓപ്പുണ്ട്. സോപ്പിട്ട് ഹർപ്പിക്ക് ഉപയോഗിച്ച് ബാത്റൂമൊക്കെ കേൾക്കുന്നില്ലേ? ഹൃദയം കേടുന്ന എന്തിട്ടാ നന്നാക്കുക? അതിന് അവസരം എവിടെ? വീട്ടിലെവിടെ അവസരവും? നിങ്ങൾ ആലോചിക്കുക. 4 മണിക്ക് സ്കൂൾ വിട്ട് ആ കുഞ്ഞിങ്ങനെ ഓടി വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ നിസ്കാരപ്പായലാണെങ്കിലോ, ഉമ്മ നല്ല നിസ്കാരക്കുപ്പായിക്കട്ടെ നിസ്കാരത്തിലാണെങ്കിലോ, ആ കുട്ടിക്ക് ഒരു ബൊമ്മ. എന്റെ ഉമ്മച്ചി നല്ല ഉമ്മച്ചിയാ, ഉമ്മച്ചി നിസ്കരിക്കുക. അങ്ങനെ ഉമ്മച്ചിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും വയ്യിൽ. ചെറിയ കുട്ടി LKG. എന്നിട്ട് എന്റെ കുട്ടി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലമ്മ. മോള് പോയിട്ട് ഒന്നെടുത്ത് വാ, നിസ്കരിക്കുമ്പോ ഉമ്മച്ചി ചോറെടുത്ത് വെക്കാം. ആ ഒരു ടോൺ ഉണ്ടോ നമ്മുടെ വീട്ടില്? ഉണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്ക്. നേരെ മറിച്ച് ഉമ്മച്ചിയോ ചാനലിന്റെ മുമ്പിലിരുന്ന ഉറക്ക സലാം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ്, കേട്ടിട്ടില്ല തള്ള. മനസ്സിലായോ? സുനാമി ഉണ്ടായി 2004 കോഴിക്കോട് മുഗദാർ കടപ്പുറ ഏരിയ. ജില്ലാ കളക്ടർ പറഞ്ഞു, ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്നവർ 2 കിലോമീറ്റർ മാറി താമസിക്കണം. ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോളിയർ. അങ്ങനെ ഒരു തള്ള, ഒരു മുസ്ലിം സ്ത്രീ ഒരു TV നിലയിൽ വെച്ച് ഇങ്ങനെ പോവുക. നാട്ടുകാരിങ്ങനെ നോക്കിക്ക്. എന്നിട്ട് ഈ തള്ള വിളിച്ചറിയാട്ടോ, മോളെ റിമോട്ട് എടുത്തിട്ടില്ല. സുനാമിയല്ല, തീക്കാറ്റടിക്കണം ഈ ജാതി സാധനത്തിന്. ഇതൊന്നും ഭൂമിക്ക് വെച്ചേക്കാൻ പാടില്ല. നാഷണൽ വൈസാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു അവസ്ഥ നോക്കണേ. ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അനിവാര്യത അല്ലേ? പിശാചി ജയിച്ചു കണ്ടില്ലേ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ആമിൻത ആയിഷ മോളെ ഓർത്തോ, ചിന്തിച്ചോ? എന്താ അത് നിന്റെ കേൾവി? അള്ളാഹ് ചോദിക്കുക, എന്താ കേട്ട്? പങ്കജുദാസിന്റെ ഗസൽ എത്ര കേട്ടു? 5000. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മലപ്പുറത്ത് നടന്നത്? 2010 എന്ത്? എയർഫോണിൽ ചെവിയിൽ വെച്ച 2 മുസ്ലിം പെൺകുട്ടികള് റെയിൽ ട്രാക്ക് കിടക്കുമ്പോ ഒരു ഉമ്മ വിളിച്ചു പറയാ, മക്കളെ ട്രെയിന് വരുന്നുണ്ട്. ഈ കുന്ത്രാന്റെ ചെവി തിരുവിയിട്ട് കേട്ടില്ല. ചിന്ന ഭിന്നമായി പോയി. അടിച്ച് തൂപ്പനായി കളഞ്ഞ ട്രെയിൻ. പെറുക്കിയെടുക്കാൻ പോലും കിട്ടാത്ത വിധം. ഈ ഉമ്മത്ത് ഏത് ഉമ്മത്ത്? ഏതാ ഈ ഉമ്മത്ത്? പ്രവാചകത്വത്തിന് മുമ്പ് അടിവരട്ടോ, പ്രവാചകത്വത്തിന് മുമ്പ് കല്യാണ വീട്ടിലെ സംഗീതം കേൾക്കാൻ ആഗ്രഹിച്ച് മേച്ചുകൊണ്ടിരുന്ന ആടിനെ ആട്ടിടയന്റെ കയ്യിലേൽപ്പിച്ച് ഞാൻ ആ കല്യാണ വീട്ടിലെ സംഗീതം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് പോയതിന് അള്ളാഹു പ്രവാചകത്വത്തിന് മുമ്പ് ആ ആഗ്രഹത്തിന് കടിഞ്ഞാടിട്ട് അള്ള ഉറക്കിക്കിടത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ, സംഗീതം കേൾക്കാത്ത, സംഗീതം കാണാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ അരങ്ങ് തകർക്കുകയാണ്. റസൂല് പറയാ തുർമുദി, സഹിയായ ഹദീസ് തുർമുദിയിലെ, അതായത് ആ വാചകം തന്നെ ഇങ്ങനെ: നർത്തകികൾ പാടി നൃത്തം ചെയ്യുന്ന കാലം അത് വ്യാപകമായാൽ മുത്തുമണികൾ മാലമണികളിൽ മാലമണി പൊട്ടിയിട്ട് ആ മണികൾ ഊർന്നു വീഴുന്ന പോലെ സുനാമി വരുന്നതിനെ അവർ പ്രതീക്ഷിച്ചുകൊള്ളട്ടെ. സംഗീതം വർദ്ധിക്കുകയും നർത്തകികൾ വർദ്ധിക്കുകയും ചെയ്തത് കണ്ടാൽ ഐഡിയ സ്റ്റാർ സിംഗർ നിലനിൽക്കുന്ന കാലത്തോളം സുനാമിയും ഭൂകമ്പങ്ങളും ലോകത്തെ പിടിച്ചു കുലുക്കും. ഇത് റസൂല് പറഞ്ഞത്. ഇത് റസൂല് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അത് മുഖവിലക്കെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞില്ല. സിനിമയിൽ മുഴുവൻ സംഗീതം. നല്ലൊരു പ്രസംഗം അക്കൂട്ടത്തിൽ ചെയ്യാൻ ആരും ക്ഷമിക്കണം. ഏത് മനസ്സ് തട്ടുന്ന ഒരു പ്രസംഗത്തിന്റെ കേസറ്റ് ജമാഅത്തെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ കയ്യിലില്ല. സിനിമ കൊടുത്തു വരെ 5 12 ഒരേതോ ഒരു സലാമ്. ഓന്റെ ഗതികേടുന്നല്ലാതെ
കുറെ സിനിമ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി, അത് കാണാൻ ഭയങ്കര അല്ലേ അല്ലേ? അതല്ലേ മറ്റൊരുവർക്ക് നമ്മള് അതിനെങ്ങനെ ജമാഅത്തുകാരോട് ഞങ്ങൾ കൂട്ടി അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളിലേക്ക്. നിങ്ങളെ പേര് ഞങ്ങളുണ്ട്, നിങ്ങളെ പേര് ഞങ്ങളുണ്ട്. അങ്ങനെ കൂടിയവർ അവർക്ക് സഗീർ. അബ്ദുല്ലാഹി മസ്ഊദ് പറയാൻ ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഞാനുണ്ട്. 31-ാം അധ്യായം 6-ാമത്തെ വചനം. ഈ ആയത്തിൽ ലഹുവൽ ഹദീസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സംഗീതമാണ്, വാദ്യോപകരണമാണ്. ഗിറ്റാർ, ഹാർമണി, എല്ലാം വയലിൻ, തബല എല്ലാം ഉൾക്കൊള്ളുന്ന വാദ്യോപകരണങ്ങൾ. അതിന്റെ ലഹരിയിലാണെന്ന് മുസ്ലിം രക്ഷപ്പെടണം, മഹല്ലുകൾ രക്ഷപ്പെടണം. ഒരു മഹല്ലിലെ പള്ളി പ്രസിഡന്റ്, സെക്രട്ടറിയും പള്ളിയിലെ ഖത്തീബും 300 വീടുകളുള്ള ഒരു മഹല്ലാണിതെങ്കിൽ 300 വീടുകളിലും ഓരോ ദിവസമായി 365 വീടുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 365 വീടും കയറിയിറങ്ങും. ഒരു വീട്ടിൽ കയറിയിറങ്ങും. TV ഉണ്ടോ, ചാനലുണ്ടോ, ചാനൽ കട്ട് ചെയ്യാം, ഉപേക്ഷിക്കാം, പരലോകത്തിന് വേണ്ടി. കൽപ്പനയല്ല, ഉപദേശം. മക്കള് സിനിമ കാണാറുണ്ട്. ഇന്ന് മക്കളോട് എന്റെ ഒരു അഭിപ്രായം പറയാം, എനിക്ക് 20 വയസ്സായപ്പോ പോലും മനസ്സിലാത്ത 3 വയസ്സുള്ള മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തേ കാരണോ? ചാനലാണ് ഒഴിവാക്കുന്നത്. മക്കൾ കേടരുത്. ചാനൽ കണ്ടിട്ടാണ് 250 വിദ്യാർത്ഥികളെ AK-47 ഉപയോഗിച്ച് അമേരിക്കയിലെ ഒരു സ്കൂളിൽ ടോയ്ലറ്റിൽ, യൂറോപ്യൻ ടോയ്ലറ്റിൽ പിന്നെ AK-47 ഒളിപ്പിച്ച് വെച്ചിട്ട് 250 കുട്ടികളെ കൊന്നുകളഞ്ഞു. സിനിമ കണ്ടു. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? സിനിമ കണ്ടും വന്ന് ഞങ്ങളുടെ നാട്ടില് ഒരു പഴയ സിനിമ കണ്ടിട്ട് എന്നിട്ട് അമ്മനോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഞാൻ കണ്ടുവന്ന സിനിമയിലാന്ന് പറഞ്ഞ മകൻ ബെൽറ്റ് എടുത്ത് അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കിയിട്ട് അമ്മ ഇങ്ങനെ പെട്ടയ്ക്കുമ്പോ ഇങ്ങനെ ചിരിക്കുക. അങ്ങനെ അമ്മയെടുക്കും. അല്ലാഹുവിന്റെ റസൂൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവി, നിന്റെ കാഴ്ച. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷന്മാരും ചാനൽ കണ്ടത്ര അള്ളാന്റെ ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് കേസറ്റ് കേട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കേസറ്റ് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടായിട്ടുണ്ടായി. 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഖുതുബ 5 മിനിറ്റ് കൂടി പോയ പരിതാപം പറയുന്ന കാത്തുകൊടുക്കുന്നവരല്ലേ നമ്മൾ. 2.5 മണിക്കൂർ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടോ കൂടിപ്പോയിട്ടുണ്ട്? കൂടിപ്പോയിട്ടുണ്ട്. കുറഞ്ഞിന്നല്ലാതെ ഹലാലൊക്കെ കൂടാൻ പാടില്ല, ഹറാമ് കൂടിയാ പാടില്ല അല്ലേ? ഖുതുബ തുടങ്ങിയിട്ട് കയ്യാൻ നേരാത്തില്ല. സിനിമയോ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ്. എങ്ങനെയുണ്ട് ഈ കൗമ് എങ്ങനെ നന്നാവും? അതാണ് ഇനി നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം. ഞാൻ ഓർക്കുകയാണ്, വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും ശ്രദ്ധിച്ചോളി. പരലോകമാണ് നമുക്ക് വലുത്. ഇഹലോകത്തിന്റെ സുഖങ്ങളൊന്നും നമുക്ക് സുഖമല്ല. കച്ചവടം ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നവരും ഇടപാടുകൾ നടത്തുന്നവരും കാതലായി ഓർക്കേണ്ട വശത്തെക്കുറിച്ചാണ് ഞാൻ അല്പം പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരാളെ സൽക്കരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഓർമ്മയത്, പടച്ചോനെ ഇത് ഹലാലാണോ ഹറാമാണോ? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അയാളോട് ചോദിച്ചു, അല്ല ഇത് ഹലാലാണോ? അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ഞാൻ മുമ്പൊരു ജ്യോത്സ്യനായിരുന്നു. അന്ന് ജ്യോത്സ്യപ്പണി എടുത്തതിന് എനിക്ക് കൂലി തരാണ്ടായിരുന്ന ഒരാള്, അയാൾ ഇപ്പൊ തന്നതാ, അന്ന് കടം പറഞ്ഞതാ, അതുകൊണ്ടുള്ളതാണിത്. വായിലേക്ക് കൈയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഛർദ്ദിച്ചു കളഞ്ഞു. എന്നിട്ട് പടച്ചോനോട് പറയാ, റബ്ബേ ഹറാമിന്റെ ഒരു അംശം എന്റെ വയറ്റിൽ കടന്നുപോയി, റബ്ബേ മാപ്പാക്കണേ റബ്ബേ, പൊറുക്കണേ റബ്ബേ എന്ന് പറയുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗിക്കുന്ന മുഴുവൻ ആളുകളും ഓർക്കണേ, ഹറാമായ ഒരംശം നമ്മുടെ വയറ്റിൽ വരാൻ പാടില്ല. സഅദ് ഇബ്നു അബീ വഖാസ് ജീവിതത്തിൽ ഒരിക്കലും ഹലാലും ഹറാമും പരിശോധിക്കാതെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ത്രീ സൽക്കരിച്ചു. മടക്കയാത്രക്ക് ഒരുങ്ങുമ്പോൾ പാതയും പറയാൻ ഞാൻ, മടക്കയാത്രക്ക് വേണ്ടിയുള്ള പാതയും മഹാനായ റസൂലുള്ളാഹി സഹാബികളെയും ഒരു സ്ത്രീ ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടി വലിച്ചു കളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ സ്ത്രീയോടല്ല, ഇത് ഹലാലാണോ ഹറാമാണോ? തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഹദ്ദ ഹുദൂദല്ലാഹ്. അല്ലാഹു ഹറാമാക്കിയതാണെങ്കിൽ അതിർവരമ്പുകൾ ലംഘിക്കരുത്.
ഇത് ഹലാലാണ്. ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് മുത്തുനബി അതിന് ഭക്ഷണം കഴിച്ച്. ഇനി പറ യുവാക്കളെ, എന്തെല്ലാം കള്ളത്തരം പറഞ്ഞ് കച്ചവടം നടത്താറുണ്ട്, ആരുടെയൊക്കെ മോഷ്ടിച്ച് കച്ചവടം നടത്താറുണ്ട്. ചിന്തിക്ക്, ആലോചിക്ക്. എന്തിനാ ഇത്? എന്തിനാ ഈ സമ്പാദ്യം? ഇടപാടുകളിൽ ആയത്തുദ്ദൈനാണ് ഏറ്റവും വലിയ ഖുർആനിക സൂക്തം. സൂറത്ത് ബഖറ 282 വചനം. ചോദിച്ചാൽ, വായ്പ കൊടുത്താൽ അത് തിരിച്ചു കൊടുക്കുമെന്ന് മനസ്സ് വെക്കാത്തവരെ അല്ലാഹനെ കണ്ടുമുട്ടണ്ടേ നമുക്ക്? അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ല, ഒരിക്കലും ഒരാളുടെ സ്വത്തും എനിക്ക് വേണ്ട, ഒരു രൂപയും എനിക്ക് വേണ്ട, നിന്റെ ഒരു പണവും എനിക്ക് വേണ്ട. അല്ലാഹനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു ടെക്സ്റ്റൈൽസ് ഉടമയായിരുന്നു, ഒരു ജൗളി കടക്കാരനായിരുന്നു. അസർ നിസ്കാരത്തിന് എളാപ്പാന്റെ മോനെ തൽക്കാലായിട്ട് അവിടെ പിടിച്ചു. മോനെ, നീ ഇവിടെ നിന്ന് നിൽക്ക്, ഒരൽപ്പം സെയിൽ ചെയ്യാൻ നിസ്കരിച്ചു വരട്ടെ. അസർ നിസ്കരിക്കുന്നതിനിടയിൽ ഈ ടെക്സ്റ്റൈൽസ് കയറിയ ഒരാള് 200 ദീനാറിന്റെ ഒരു ഡ്രസ്സ് വാങ്ങിയപ്പോ എളാപ്പാന്റെ മോനെ 400 ദീനാർ വാങ്ങി. 200 ദീനാർ അധികം. അങ്ങനെ നിസ്കരിക്കുന്ന സയ്യിദ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഈ ആള് വന്നിട്ട് നിസ്കരിക്കരുത്. ഈ ടെക്സ്റ്റൈൽസിലെ വസ്ത്രം അവിടെ വെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് ഇന്ന സ്ഥലത്ത് നിന്നല്ലേ? ആ, നിങ്ങൾ ഇതിന് എത്ര കൊടുത്തു? 400. സുബ്ഹാനല്ലാഹ്, ഇതിന് 200 വരുവ. അയാളെ കയ്യും പിടിച്ചു കൊണ്ടുപോയിട്ട് ചോദിച്ചടാ, നീ അല്ലാഹനെ പഠിക്കുന്നില്ലേ? നാണമില്ലേ നിനക്ക്? 200ന്റെ മുതൽ 400 വെക്കുകയോ? പാടില്ലടാ, മുസ്ലിങ്ങൾക്ക് പാടില്ല. അല്ലാഹനെ കണ്ടുമുട്ടാൻ പോകുന്നവരാ നമ്മൾ. അവിടെ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹനെ കണ്ടുമുട്ടുന്നുവോ അവർക്കല്ലാതെ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ഒരു ദിവസം ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹനെ കണ്ടുമുട്ടുന്നുവോ അവർക്കല്ലാതെ അവിടെ രക്ഷയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഭാര്യമാരോട് ഒരു ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ ഭാര്യമാർ, ആ സഹാബിമാര് വീട് വിട്ടിറങ്ങുമ്പോ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ വന്നു നോക്കും. വീട്ട് സങ്കല്പിച്ചോ, വീടിന്റെ കൊലായിലെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുക ഭാര്യ. എന്നിട്ട് ഭർത്താവ് മുറ്റത്തിറങ്ങുമ്പോ പറയാം, ഏയ് ഒന്ന് നിൽക്കണേ. ഭർത്താവിനോട് ശ്രദ്ധിച്ചേ. ആയുസിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒറ്റ മുജാഹിദ്, ഒറ്റ സുന്നിയും ഒരു മുസ്ലിമായി പറഞ്ഞോലോ ഇന്ന് നാട്ടിൽ, ഇത് കേരള മണ്ണില് സുന്നി മുജാഹിദും പറയല്ല, ഞാൻ സാക്ഷാൽ ദീൻ പറയാണ്. സഹാബി വനിതകൾ ഇങ്ങനെ നിൽക്കുക ഉമ്മറപടിയിൽ. മാർക്കറ്റിൽ നല്ലൊരു സാരി വന്നിട്ടുണ്ടാവും അങ്ങനെ എന്ന് പറയാനല്ല, അല്ല അല്ല പിന്നെ എന്ത് പറയാന്? നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ കൊണ്ടിരുന്ന ഭക്ഷണം ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ഞങ്ങളും തിന്നും. ഹറാമായി പോകരുതേ, വയറിലെ ഹറാം നിറയ്ക്കരുതേ. ഹറാം, ഞങ്ങൾ പട്ടിണി കിടന്നോടാ, നിങ്ങൾ ഞങ്ങളെ നരകത്തിന്റെ തീ തീറ്റിക്കരുതേ. ഇങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ ഈ സദസ്സിലിരിക്കുന്നുണ്ടോ? ഈ സദസ്സിലുണ്ടോ? എന്നിട്ട് കൈവച്ച് ചോദിക്ക്. 20 കൊല്ലം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട്, 30 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മക്കൾ ചോദിച്ചിട്ടുണ്ടോ? ബാപ്പാ, ഇത് ഹലാലോ ഹറാമോ? നീ ചെന്നിട്ട് പറയണട്ടോ ബാപ്പമാര്, മക്കളെ, ബാപ്പ ഒരുപാട് ആളെ സ്വത്ത് നിങ്ങൾക്ക് തന്നുപോയി. മക്കളെ, ഈ വീട് ഹറാമിൽ വളർന്നതാണ്. മക്കളെ, ഈ വീട് ബാപ്പ ഈ വീടുണ്ടാക്കിയത് പലിശക്കാളുകളോട് വാങ്ങി പഠിച്ചിട്ടാണ്. മക്കളെ, ഇടപാടിൽ കാപട്യം കാണിച്ചിട്ടാണ്. മക്കളെ, ഈ വീട്ടിൽ ഹറാമുണ്ട്, ഈ വീട്ടിൽ നമ്മൾ ഇനി താമസിക്കുന്നില്ല, ഈ വീട്ടിൽ നമുക്ക് താമസിക്കുന്നില്ല. അതെ, യാ റബ്ബ്, യാ റബ്ബ്. അതെ, അവൻ താടി നീട്ടിയിരിക്കുന്നു, തലമുടി നീട്ടിയിരിക്കുന്നു, ജട പിടിച്ചിരിക്കുന്നു. യാത്രയുടെ ദൈർഘ്യം എന്റെ മനസ്സിലുണ്ട്. അവൻ അല്ലാഹുവിനെ വിളിക്കുന്നു. അവനെങ്ങനെ ഉത്തരം കിട്ടാൻ? അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്, അവന്റെ സമ്പാദ്യം ഹറാമാണ്, അവന്റെ ഭക്ഷണം ഹറാമാണ്. ഹറാമിലാണ് അവൻ ഉറ്റപ്പെട്ടത്. ഈ അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഈ അവസ്ഥാവിശേഷം നമുക്കുണ്ടാകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 70 വകുപ്പാണ് പലിശ. 70 വകുപ്പ്, 70 വകുപ്പ്, 70 വിഭാഗമാണ് പലിശയുടെ.
അതിലേറ്റവും ചെറിയത് യുവാക്കളെ, ഉമ്മമാരെ, അതിലേറ്റവും ചെറിയത് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യാണ്. പാപത്തിന്റെ തോതത്തിലെ ഏറ്റവും ചെറിയ തോത് പലിശയുടെ ഏറ്റവും ചെറുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോളി, പലിശയുടെ ഏറ്റവും ചെറിയ തോത് സ്വന്തം ഉമ്മച്ചിനെ കല്യാണം കഴിച്ചിട്ട് മണിയറയെ കൊണ്ടുവരിക. ചിന്തിക്കാൻ കഴിയോ? ഉമ്മയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യാണോ പലിശയായിട്ട് ബന്ധപ്പെടുന്നത്? ഒരിക്കലും കള്ളം പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് സ്വർഗവും നരകവും കണ്ടുവന്നിട്ട് പറഞ്ഞു, മനുഷ്യരെ, പലിശക്കാരും ഇപ്പൊങ്ങും അവർ ചുടുവെള്ളത്തിൽ നിന്ന് കരക്കേക്ക് വരുമ്പോൾ വായിലേക്ക് കല്ലെറിഞ്ഞ് അകറ്റി അകറ്റി വിടും. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുക. യുവാക്കളെ, പലിശയുമായി കളി വേണ്ട, പലിശയുമായി കളി വേണ്ട, വേണ്ട. വളരെ കഷ്ടപ്പെടുമ്പോ ഭർത്താവ് വന്നു ചോദിക്കടി, എന്റെ ആ 5 പവനിലെ ചെയിൻ തരുമോ? ഞാൻ പണയം വെച്ചോളാം. അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളി. നരകമാണ് മോളെ കൊടുക്കുന്നത്, നരകത്തിലേക്കാണ് മോളെ ഭർത്താവിനെ പറഞ്ഞേക്കുന്നത്. നിനക്ക് സ്നേഹമുണ്ടോ? നിന്റെ ഭർത്താവിനോട് പറ, ഇത് വിട്ടോടി. പിന്നെ ആകുന്ന കാലത്തെടുത്ത് എന്നാ മതി. പലിശയായിട്ട് ബന്ധപ്പെടാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങൾ എന്റെ ഹബി, എനിക്ക് പ്രിയപ്പെട്ടവനാ. നിങ്ങളുടെ ഇഹലോകത്തിന് വേണ്ടി സ്നേഹിച്ചവളല്ല ഞാൻ. നിങ്ങളുടെ നരകത്ത് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. ധൈര്യമുണ്ടോ? സെലഫികൾക്ക് ധൈര്യമുണ്ടോ? ഈമാനുണ്ടോ? ഇന്ന് പോയി എടുത്തിട്ട് ബുക്ക് എന്നിട്ട് പലിശയായിട്ട് എന്നേക്കേറ്റ് വിട പറ, രക്ഷപ്പെട്. തീർന്നില്ല. കല്യാണ വീടുകൾ, കള്ളു വിളമ്പാത്ത കല്യാണ വീടുകളുണ്ടോ? കള്ളു വിളമ്പാത്ത കല്യാണ വീടുകളുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, സൂറത്ത് മാഇദ 90-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും ലോട്ടറി, ആശയും കീശയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ലോട്ടറി മദ്യപിച്ചു വന്ന് ഉമ്മാനെ തെറി പറഞ്ഞ് ഭാര്യയുടെ നാവിക്കിച്ച വിട്ടി ഭാര്യ മൂലയിൽ കിടന്ന് ചുമച്ച് ചുമച്ച് രക്തം ഛർദ്ദിച്ച് മരിച്ചപ്പോ, മുഹമ്മദേ, ബഷീറേ, നീ അല്ലാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചവനായി. എന്തിനാ ഇത്? എന്തിനാ അബ്ദുൽ ജബ്ബാറേ ഇത്? കള്ളു കുടിച്ച് ബോധമില്ലാതെ എന്തിനാ നീ ജീവിക്കുന്നത്? സ്വന്തത്തിനോട് ബാധ്യതയില്ലേ? സമൂഹത്തോട് ബാധ്യതയില്ലേ? ഈ നാട് നന്നാക്കാൻ ബന്ധപ്പെട്ടവരല്ലേ നമ്മൾ? അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടവരല്ലേ നമ്മൾ? അന്നബി സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളാഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കാൻ കൈ നേരെ നിൽക്കണ്ടേ? കുടിച്ചിട്ട് കൈ വറച്ചിട്ട്. അതുകൊണ്ട് മാറണം, ഇന്ന് നിർത്തണം, ഉപദേശിക്കണം. വീട്ടിൽ ചെന്നിട്ട് മഹല്ലിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഖത്തീബും ചെല്ലണം. നല്ല മനുഷ്യന്മാർ കയറി ചെല്ലണം. എല്ലാ വീട്ടിലും ചോദിക്കും, ഇവിടെ കൃത്യമായിട്ട് നിസ്കരിക്കലുണ്ടോ? നോമ്പ് വിൽക്കലുണ്ടോ? ദീനനുസരിക്കലുണ്ടോ? കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടോ? എന്താ നിങ്ങളുടെ പരലോകത്തിന്റെ സ്ഥിതി? കടബാധ്യത ഉണ്ടോ? മഹല്ല് ഇടപെടേണ്ടതുണ്ടോ? എന്തൊക്കെ ചെയ്യാനുണ്ട്? എന്നിട്ട് ഇങ്ങനെ മരിച്ച പോലെ കിടക്കുന്ന ഒരു മഹല്ല് നാട് മരിച്ചു കിടക്കുക. എന്താണ് മാറണം? മാറ്റും, നമ്മൾ തിരുത്തും. ഈ മഹല്ലിൽ നിന്ന് പ്രതിജ്ഞയെടുക്കും, ഈ മഹല്ലിൽ നിന്ന് പ്രതിജ്ഞയെടുക്കും. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രതിജ്ഞയെടുക്കണം, വിടരുത്. പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞവരാണ്. ചിലപ്പോ നിങ്ങൾ ആലോചിച്ചു, ഞാൻ നാളെ മരിക്കാൻ ആലോചിച്ചെങ്കിൽ ഇനി എനിക്കൊരു ദിവസമുള്ളത്, ഒരു ദിവസമുള്ളത്. പേടിക്കുക, ഒരു ദിവസമുള്ളത്. എന്തായിരിക്കും അവസ്ഥ? അവിടെ എന്തായിരിക്കും? അതേ, വലക്കത് ജീത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. അല്ലാഹുവിലേക്ക് ഏകനായി, വസ്ത്രം ധരിക്കാത്തവനായി, ചെരുപ്പ് ധരിക്കാത്തവനായി, ചേലാക്രമം ചെയ്യാത്തവനായി, വലക്കത് ജീത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. അങ്ങനെ ചെല്ലുന്നൊരു ദിവസം. 6-ാം അധ്യായം 94-ാമത്തെ വചനം. മരിച്ചുകൊണ്ടേ സ്ത്രീധനം വാങ്ങുന്ന ചെറുപ്പക്കാരോട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. കുട്ടികളെ, യുവാക്കളെ, അന്തസ്സുള്ളവരാകണം നമ്മൾ, നട്ടലുള്ളവരാകണം നമ്മൾ. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. സൂറത്ത് നിസായിലെ 34-ാമത്തെ വചനം. പുരുഷൻ സ്ത്രീയുടെ മേൽ കൈകാര്യകർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഫാത്തിമയെ കെട്ടാൻ അലി ഇബ്നു അബീ താലിബ് വന്നു. യുവാക്കളുടെ മനസ്സിൽ പതിയാനാ, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ നന്നാകാൻ സാധ്യതയുള്ളവരാണ്, നിങ്ങളിൽ പലരും നന്നായവരാണ്, ഇനിയും നന്നാകാൻ ആഗ്രഹിച്ചവരാണ്. അള്ളാഹു നിങ്ങൾക്ക് എന്നും ഈ യുവത്വത്തിന്റെ നന്മ അള്ളാഹു പ്രദാനം ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയാനുള്ളത്. യുവാക്കളെ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ അലി ഇബ്നു അബീ താലിബ് വരികയാണ്.
അലി ഇബ്നു അബീ താലിബ് ചോദിച്ചു, ഫാത്തിമനെ എനിക്ക് കല്യാണം കഴിച്ചു. ഉടനെ റസൂലുള്ളാഹി ചോദിക്കുക, നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക? ഞാൻ നിനക്ക് എത്ര സ്ത്രീധനം തരണമെന്നല്ല, നീ എന്താ എന്റെ മകൾക്ക് മഹർ കൊടുക്കുക? ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കല്യാണം കഴിച്ചു. നബി കഴിച്ചു, എന്താന്നൊരു സുഗന്ധോ? ഒന്നല്ല നബിയെ, ഞാനൊരു അൻസാരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഉടനെ റസൂൽ കഴിച്ചു, നീ എന്താ അവൾക്ക് മഹർ കൊടുത്ത്? വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെയും 27 മൂസാ നബിയോട് മഹർ കൊടുക്കാൻ പറയാണ് ശുഐബ് നബിന്റെ മകൻ സഫൂരിയക്ക്. മഹർ മാത്രമേ ഇസ്ലാമിലുള്ളൂ, സ്ത്രീധനല്ല. 4-ാമത്തെ വചനം, 4-ാമത്തെ 29-ാമത്തെ വചനം, 4-ാമത്തെ 34-ാമത്തെ വചനം, 28-ാമത്തെ 27-ാമത്തെ വചനം സൂറത്ത് ബഖറയിലൊക്കെ സ്ത്രീധനമില്ല, മഹറയാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട, പണ്ടം കൂട്ടി കിട്ടിയാൽ മതി. പണ്ടം വെറുതെ കിട്ടുന്നതാ, ഈ കായ് കൊടുത്തിട്ട് കിട്ടുന്നതാണോ? 3 ലക്ഷം അത് ഞങ്ങൾക്ക് വേണ്ട, സ്വർണം മതി. കള്ള, പച്ച കള്ള. ഇതിന്റെ പേരാണോ കള്ളത്തരോ? ഏത് ആളുകൾ പറയാനെന്ത്? നോട്ടായിട്ടൊന്നും വേണ്ട, ചെക്കായിട്ട് കിട്ടിയാൽ മതി. നോട്ടൊന്നും വേണ്ട, ചെക്കായിട്ട് കിട്ടിയാൽ. ചേട്ടോ, ചെക്ക് കിട്ടാലും കിട്ടുന്ന നോട്ടല്ലേ? സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറാമാണ്, വാങ്ങരുത്. വാങ്ങരുത്, ആരെങ്കിലും തിരിച്ചു കൊടുക്കണം. നമ്മുടെ ഈ രംഗത്തൊക്കെ വിശുദ്ധീകരണം ആവശ്യമാണ്. കല്യാണ വീടുകൾ, നമ്മുടെ വീടുകൾ, എല്ലാം എല്ലാ കാര്യത്തിലും, മദ്യത്തിന്റെ കാര്യത്തിൽ, മയക്കുമരുന്നിന്റെ കാര്യത്തിൽ, നമ്മുടെ മക്കളെ പലരും കൊണ്ടുപോകുന്ന കാര്യത്തിൽ, നമ്മുടെ കുട്ടികൾ പലരുടെ കൂടെ ചേരുന്ന കാര്യത്തിൽ, അങ്ങനെ തുടങ്ങി മരിച്ചു പോകും. മരിക്കണം, അള്ളാഹുവിലേക്ക് പോകുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന എന്നൊരവസ്ഥ ഉണ്ടാകണം. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുക എന്ന ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരലോകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അന്ന് അവിടെ യൗമ തുകല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. നോക്കണേ നിങ്ങൾ, സാദത്തനാ വഖുബറാഅനാ ഫഅദല്ലൂന സബീലാ റബ്ബനാ ആതിൻ ലൈഫൈന മിനൽ അദാബ്. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ദിവസം അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും അനുസരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ പോയത് എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം 66 മുതലുള്ള വചനമാണ്. സഹോദരേ, സഹോദരി, സഹോദര, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ ഫഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനമാണ്. അല്ല, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ? ഞങ്ങൾ പ്രസംഗം കേട്ടിരുന്നു, ഞങ്ങൾ കാര്യങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, ഞങ്ങൾ ശരിക്ക് കേട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത്. അതേ, ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു ഖരീബാ യൗമ തകൂനു السماء كالمهل وتكون الجبال كاللهن ولا يسأل حميم حميما. ലോകാവസാനം വിദൂരത്തല്ല, നിങ്ങളുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. വനറാഹു ഖരീബാ. അന്ന് കുടുംബക്കാർ ഭാര്യ ഭർത്താവിനെ വിട്ട്, ഭർത്താവ് ഭാര്യയെ വിട്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി യുബസ്സിറൂനഹും യവദ്ദുൽ മുജ്രിമു. സൂറത്ത് മാരിജാണ്. 6 മുതൽ 17 വരെയുള്ള വചനമാണ്. എന്റെ ഭാര്യയെ തരാം, എന്റെ ഉമ്മയാം, എന്റെ മോളെ തരാം, എന്റെ ഉപ്പാനെ തരാം, എല്ലാറ്റിനെയും തരാം. എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് കാക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. 66-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. മടക്കയാത്രക്കൊരുങ്ങുന്നവരെ 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ, സക്കാത്ത് നിർവഹിക്കാൻ, ഖുർആൻ വായിക്കാൻ, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണം. 33-ാം അധ്യായം 34-ാമത്തെ വചനമാണ്. വമന്നാറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ വനഖ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹുവിന്റെ ആയത്തുകളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഈ ദുനിയാവിൽ ഇണങ്ങിയ ജീവിതം അന്ധനായി പരലോകത്ത് വരും. വകദാലികൽ യൗമ തുൻസാ.
എന്റെ ആയത്തുകൾ കേട്ടിട്ട് നിങ്ങളതിനെ തള്ളിക്കളഞ്ഞില്ലേ? ഇന്ന് നിങ്ങളെയും മറക്കുകയാണ്. 20-ാം അധ്യായം 124 മുതൽ 126 വരെയുള്ള വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരകത്തിലെത്തിപ്പെടാതിരിക്കാൻ ഭാര്യയെ നന്നാക്കണം, സ്വന്തത്തെ നന്നാക്കണം, കുടുംബത്തെ നന്നാക്കണം. ചാനൽ വേണ്ട, ഇന്റർനെറ്റ് വേണ്ട, പിഴക്കാനുള്ള മൊബൈൽ വേണ്ട. നല്ല നിലക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ അതൊന്നും നമുക്ക് വേണ്ട. നരകം നേടിത്തരുന്ന ഈ വകുപ്പുകൾ നമുക്ക് വേണ്ട. കാമുകനോടുള്ള പ്രേമം വേണ്ട, കാമിയോടുള്ള പ്രേമം വേണ്ട. വിവാഹത്തിന് ശേഷം അള്ളാഹ് അനുവദിച്ച ബന്ധത്തിലൂടെ നല്ല ഒരു ഭാര്യയാവാൻ, നല്ലൊരു ഭർത്താവാകാൻ ഈ മഹല്ലിലെ ആളുകൾ തയ്യാറാകണം. യുവാക്കളെ, മരണം നമ്മളോടൊപ്പം ഉള്ളപ്പോ ഏത് നിമിഷവും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. ഇന്ന് മരിച്ചാൽ യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇർജിഇ, അതെ സബ്റൻ സബ്റൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ പറഞ്ഞ് ക്ഷമിച്ചിട്ട് പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് പറയും ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഖുർആനിലെ 39-ാം അധ്യായം 9-ാമത്തെയും 10-ാമത്തെയും വചനമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക, സഹിക്കുക, പരീക്ഷണത്തിൽ രക്ഷപ്പെടുക, നരാണിയുടെ മേലെ തുണി ഉടുക്കുക, മീശ വെട്ടി ഒതുക്കുക, താടി നീട്ടുക, സ്ത്രീകൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുക, മാറിടത്തിലേക്ക് തങ്ങളുടെ ശിരോവസ്ത്രം താഴ്ത്തിയിടുക, 5 നേരം കൃത്യമായി നമസ്കരിക്കുക, ദീനിന്റെ കാര്യങ്ങളിൽ ചെല്ലുക. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ. സത്യവിശ്വാസികളെ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. പലിശയ്ക്ക് കൊടുക്കില്ല, ലോട്ടറി വേണ്ട, ഹറാമായ സമ്പാദ്യം വേണ്ട, അളവിനും തൂക്കത്തിലും കൃത്രിമം വേണ്ട, വ്യഭിചാരം വേണ്ട, ഒരു തിന്മയും വേണ്ട. എനിക്ക് എന്റെ റബ്ബിലേക്ക് എത്തിയാൽ മതി. ഈ ഒരു ബോധം അല്ലാഹു എന്നിലും നിന്നിലും നമ്മളിലുമൊക്കെ പ്രവേശിപ്പിച്ച് തരുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ ഇരുവര് കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് മഹല്ലിനെ രൂപപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ കേട്ട എല്ലാ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ ഇരുവര് കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.